ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് അമ്മ എനിക്കൊരു സാധനം കൊടുത്തു വിട്ടു കേട്ടോ. അതിൻ്റെ സന്തോഷമാണ് ഞാൻ കാണിച്ചത്. ചക്ക കേട്ടോ, ഒത്തിരി ദിവസമായി ചക്ക കിട്ടിയിട്ട്. അപ്പോൾ നല്ല വലിയ നെത്തോലിയും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊരു പച്ചക്കറിയും വെച്ചെന്നാൽ ചക്കയും കുഴയ്ക്കാൻ കരുതിയേ. അപ്പോൾ ഞാൻ ആദ്യം ചക്ക മാറ്റി വെച്ചിട്ട് മീനിൻ്റെ പണി തുടങ്ങി കേട്ടോ. നല്ല വലിയ മീനായതുകൊണ്ട് എളുപ്പം അതിനെ വൃത്തിയാക്കി എടുക്കാൻ എളുപ്പമുണ്ടായിരുന്നേ. തക്കാളിക്കയും പച്ചമുളകും ഇഞ്ചിയൊക്കെ അരിഞ്ഞിട്ട് പച്ചക്ക് തേങ്ങ അരച്ച് പച്ചക്കറിയാണ് വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനത് വെച്ചിട്ട് പിന്നെ ഇനി കുറച്ച് മീനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടേ, അത് വറുക്കാൻ. അപ്പോൾ ചക്ക അരിഞ്ഞ് വെച്ച് അതിൽ കുറച്ച് ചക്കക്കുരുവും കൂടെ ഞാൻ കീറിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ചക്കക്കുരു ഇട്ട് വേവിക്കുന്നതാണ് ഇഷ്ടം. ഒന്നുകൂടെ കുഴഞ്ഞും കൂടെ കിട്ടും കേട്ടോ, ഒന്നുകൂടെ ടേസ്റ്റാണ്. പിന്നെ മാറ്റി വെച്ചിരുന്ന മീനിൽ ഞാൻ മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, എന്താ ഈ കുരുമുളക് പൊടി കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ തിരുമ്മി ചേർത്ത് മാറ്റി വെച്ചേ. പിന്നെ ചക്കയ്ക്ക് അരപ്പ് തയ്യാറാക്കി വെളുത്തുള്ളിയും ജീരകവും പച്ചമുളകും എല്ലാം കൂടെ ചതച്ചിട്ട് തേങ്ങ ഒന്ന് ഒതുക്കി അതിനകത്തോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഉപ്പിട്ട്. പക്ഷേ നമ്മുടെ ചക്കയ്ക്ക് നല്ല വേഗമുള്ള ചക്കയായിരുന്നു. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ടി വന്നു. ഒരു വട്ടം ഒഴിച്ചിട്ട് പോരാഞ്ഞ് പിന്നെ ഞാൻ ഒഴിക്കേണ്ടി വന്നു കേട്ടോ. നല്ല ഉണക്കക്കപ്പ് പോലെ പാറക്കല്ല് പോലത്തെ കപ്പായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ മീനും കൂടി വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം മീൻകറിയൊക്കെ പാകമായി പച്ച വെളിച്ചെണ്ണയും പച്ചക്കറിവേപ്പിലയൊക്കെ ഒഴിച്ച് മാറ്റി വെച്ചിട്ട് ഞാൻ ചക്ക എടുത്ത് അതിൻ്റെ പുറത്തുകൂടെ കുറച്ച് മീൻകറി ഒഴിച്ച് നാരങ്ങ അച്ചാറും കൂടെ ഞാൻ എൻ്റെ കൂട്ടത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നും പറയാനില്ല എൻ്റെ മക്കളെ, എന്തൊരു ടേസ്റ്റ് ആയിരുന്നു, അടിപൊളിയാട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബും ചെയ്യണേ. ടാറ്റാ.